ഞാൻ ജിജോ, സൈബർ ലോകത്തിൻ്റെ മായാവലയങ്ങൾക്കുള്ളിൽ അകപ്പെട്ട ഒരുവൻ. ഈ ലോകത്ത് ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ധാരാളം വ്യക്തികളുമുണ്ട്. പരസ്പരം കാണാതെ വിദൂരതയിൽ നിന്നും ഒരു വിരൽത്തുമ്പരയിൽ നിന്നിരുന്ന ഈ സൗഹൃദങ്ങളെ ഞാൻ ഏറെ സ്നേഹിച്ചിരുന്നു. പലപ്പോഴും നിദ്രയെ നിഗ്രഹിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ സൗഹൃദങ്ങളെ അകലാതെ സൂക്ഷിച്ചു പോകുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ആ മായാലോകത്തിന് അടിമപ്പെട്ടു. പിന്നീടുള്ള ദിനരാത്രങ്ങളിൽ എൻ്റെ ദിനചര്യകളെപ്പോലും താളം തെറ്റിക്കുന്ന ലഹരിയായിരുന്നു എനിക്ക് ആ ലോകം സമ്മാനിച്ചത്. നിമിഷങ്ങൾക്ക് പോലും വില കൽപ്പിക്കുന്ന ഈ ലോകം കടന്നു പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അതിൻ്റെ വേഗത എൻ്റെ കാഴ്ചകൾക്കപ്പുറമായിരുന്നു. ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ലോകത്ത് മാത്രം ചുരുങ്ങിയ എൻ്റെ സൗഹൃദം കൂട്ടുകാരിൽ നിന്നും എന്നെ അകറ്റി. അല്ല, അവരിൽ നിന്ന് ഞാൻ അകന്നു. വളരെ വൈകിയാണ് ഞാൻ ആ ഒറ്റപ്പെടൽ അനുഭവിച്ചു തുടങ്ങിയത്. ആ ഒറ്റപ്പെടലായിരിക്കാം എന്നെ ലഹരിയിലേക്ക് നയിച്ചത്. പുകയുന്ന ചുരുളുകൾക്കിടയിലും എനിക്ക് ആ സമാധാനം കണ്ടെത്താനായില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും ഞാൻ അന്വേഷിച്ച് നടന്ന സമാധാനം ലഭിക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നാൽ ആ ധാരണകൾ എൻ്റെ സിരകളിലേക്ക് ആഴ്ന്നിറങ്ങി. പിന്നീടുള്ള നിമിഷങ്ങൾ എന്നെ ആരോ നിയന്ത്രിക്കുകയായിരുന്നു.
ജടികമായ മോഹങ്ങളാൽ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ എൻ്റെ ആത്മാവ് അന്വേഷിച്ചു നടന്ന സമാധാനം ലഹരിയാൽ കണ്ടെത്തിയെങ്കിലും അതൊരിക്കലും ശാശ്വതമായിരുന്നില്ല. കണ്ണുകളിൽ വ്യാപിച്ച അന്ധകാരം നീങ്ങിയപ്പോൾ ഞാൻ കണ്ടു ഒരാൾ എൻ്റെ അരികിലേക്ക് വരുന്നത്. അനന്തതയിൽ നിന്നും തീവ്രമായ വെളിച്ചം അദ്ദേഹത്തിൻ്റെ മുഖം വ്യക്തമാക്കിയിരുന്നില്ല. വളരെ ആധികാരികമായി ഒരു പുസ്തകം എന്നെ ഏൽപ്പിച്ച് അദ്ദേഹം മടങ്ങി. ആരായിരുന്നു അദ്ദേഹം? എന്തിനായിരുന്നു അദ്ദേഹം ആ പുസ്തകം എന്നെ ഏൽപ്പിച്ചത്? ഞാൻ ആ പുസ്തകം തുറന്നു നോക്കി. അതെ, അതെനിക്കായി എഴുതപ്പെട്ട പുസ്തകമായിരുന്നു. ഞാൻ അന്വേഷിച്ച സമാധാനം എനിക്കായി നൽകാൻ കഴിവുള്ള പുസ്തകം, എൻ്റെ പാവങ്ങളെല്ലാം നീക്കാൻ കഴിവുള്ള പുസ്തകം, സത്യവേദ പുസ്തകം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം പോക്കി എന്നെ വെടിപ്പാക്കണമേ. അന്തർഭാഗത്തിലെ സത്യമല്ല നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ.